ശാഠ്യക്കാരൻ കഴുത. ഒരു കച്ചവടക്കാരന് ഒരു കഴുതയുണ്ടായിരുന്നു. അലസനും ശാഠ്യക്കാരനുമായ ഒരു കഴുത. ഒരു ദിവസം കച്ചവടക്കാരൻ കഴുതയുമായി ദൂരെ ഒരു ദിക്കിലേക്ക് തന്റെ കച്ചവടത്തിനുള്ള ചരക്കെടുക്കാൻ യാത്രയായി. ദൂരെ കുറേ പിന്നിട്ടപ്പോൾ കഴുതയ്ക്ക് നടന്നു മടുത്തു. ആ സമയം അവർ ഒരു കുന്നിൻ മുകളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. താഴെ അങ്ങ് ദൂരെ അവർക്കെത്തേണ്ട ചന്ത കഴുതയ്ക്ക് കാണാം. അവൻ ചിന്തിച്ചു, ഈ വഴിയെല്ലാം ചുറ്റിവളഞ്ഞ് താഴേക്ക് പോകേണ്ട കാര്യമെന്താണ്? ഞങ്ങൾക്കെത്തേണ്ട സ്ഥലം ദാ തൊട്ട് താഴെയാണല്ലോ. ഈ കുന്നിൻ മുകളിൽ നിന്നും അരികിലൂടെ പതിയെ ഇറങ്ങിയാൽ മതിയല്ലോ. ചിന്തിക്കുക മാത്രമല്ല, അവൻ നേരെ കുന്നിൻ ചെരുവിലൂടെ താഴേക്കിറങ്ങാൻ കാലുകൾ വെച്ചു. ഈ കഴുത ഇതെന്താണ് കാണിക്കുന്നത്? അത് താഴോട്ട് വീഴുമല്ലോ എന്ന് കരുതി കച്ചവടക്കാരൻ അതിന്റെ വാലിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു. കഴുതയുണ്ടോ വിടുന്നു? അവൻ ശക്തിയായി മുന്നോട്ട് കുതിച്ചു. കച്ചവടക്കാരൻ സർവ്വശക്തിയുമെടുത്ത് പുറകോട്ട് വലിച്ചിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും കഴുത വിട്ടുകൊടുക്കാതെ മുന്നോട്ട് ആഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുക്കം മടുത്ത കച്ചവടക്കാരൻ എന്നാ പിന്നെ വരുന്നത് വരട്ടെ എന്ന് കരുതി തന്റെ പിടിവിട്ടു. അതോടെ മണ്ടനായ കഴുത തലകുത്തനെ കുന്നിൻ മുകളിൽ നിന്നും താഴേക്ക് വീണു. ശാഠ്യക്കാരനായ കഴുതയ്ക്ക് എന്ത് സംഭവിച്ചു കാണുമെന്ന് പറയാനില്ലല്ലോ. ഹലോ കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? ചിലർ അങ്ങനെയാണ്, എന്തിനും എളുപ്പവഴി തേടും. അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ചിന്തിക്കുകയോ വിവരമുള്ളവർ പറയുന്നത് കേൾക്കുകയോ ചെയ്യാതെ ആപത്തിൽ ചെന്നുപെടും.